വി എസ് സനോജാണ് ഇന്ന് പത്രവിശേഷങ്ങളുമായി നമുക്കൊപ്പം ഉള്ളത്. വി എസ് സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ പത്രവാർത്തകൾ? അതെ, പലതരം വാർത്തകളുള്ള ദിവസം എന്ന് പറയാം. കാരണം ഒന്ന്, നമുക്കറിയാവുന്നതുപോലെ ഗവർണറുടെ വിഷയവുമായി ബന്ധപ്പെട്ട്, കേരള ഗവർണറുടെ നിലപാടുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ അതിനോടെടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട പ്രശ്നം ഭാരതാംബ വിഷയത്തിൽ, അത് പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ മിക്കവാറും പത്രങ്ങളുടെ ഒന്നാം പേജുകളിൽ ഇടം പിടിച്ച ദിവസം കൂടിയാണ്. മറ്റൊന്ന്, അത് കഴിഞ്ഞ ദിവസങ്ങളിലെയും വലിയ വാർത്തയാണ്. മറ്റൊരു കാര്യം, നമുക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് തുടരുകയും ലോകം മുഴുവൻ വലിയ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആശങ്കയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുള്ള ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഈ വാർത്തകളുടെ ഒരു പ്രാധാന്യത്തിൽ തന്നെയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയാം. ഏതായാലും ഭക്ഷണത്തിന് പകരം, അതേസമയം ഭക്ഷണം കാത്തു നിന്ന് അവർ വെടിവെച്ച ഗാസയിലെ വാർത്ത അടക്കമുണ്ട്. ഏതായാലും ഇറാൻ്റെ വാർത്ത തന്നെയാണ് ഒന്നാം പേജുകളിൽ. അത് ഈ ജനീവ കൂടിക്കാഴ്ചയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് ഇറാൻ അറിയിക്കുന്നു. ആ അറിയിക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച ആക്രമണം നിർത്തുക എന്നുള്ളതാണ്. ആക്രമണം നിർത്തിയാൽ ചർച്ച എന്നുള്ളതാണ്. ഏതായാലും അത് മലയാള മനോരമയുടെ ഒന്നാം പേജിലെ പ്രധാന തലക്കെട്ടായി വന്നിരിക്കുന്നു. ആക്രമണം നിർത്തിയാൽ മാത്രം ചർച്ച. ഇറാനിൽ ഡസനോളം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബിംഗ്. ടെൽ അവീവ് അടക്കം ഉള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേൽ നഗരങ്ങളിൽ തിരിച്ച് ഇറാൻ്റെ ആക്രമണവും നടക്കുന്നു. അതായത് രണ്ടിടത്തേക്ക് ഇറാൻ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിരോധത്തിൽ നിന്ന് കുറേ കൂടെ ആക്രമണ സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു. ഒപ്പം ഇസ്രായേൽ കടുത്ത രീതിയിലുള്ള ആക്രമണം ഇറാനിൽ നടത്തുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് തലക്കെട്ടുകളും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്തകളും ചിത്രങ്ങളും എല്ലാം തന്നെ പത്രങ്ങൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ മലയാള മനോരമ നൽകിയ ചിത്രം, ഒരു കുടുംബം കുട്ടികളുമായിട്ട് രക്ഷപ്പെടുന്നതിൻ്റെ ചിത്രം, അത് മിക്കവാറും മാധ്യമങ്ങൾ ഇന്ന് രാവിലെ ടെലഗ്രാഫ് അടക്കം പത്രത്തിൽ അടക്കം ഉണ്ടത്. അപ്പോൾ ധാരാളം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ഒരു ദിവസം എന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ മറ്റു തരത്തിലുള്ള റെപ്പർക്കഷൻസ് സംഭവിക്കുന്ന മണിക്കൂറുകൾ കൂടിയാണ്. കാരണം ഒന്ന്, ഇതുണ്ടാക്കിയിട്ടുള്ള മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശാക്തികമായ പ്രശ്നം നിലനിൽക്കുന്നു. ഒപ്പം ഇന്ധനവില അടക്കമുള്ള കാര്യങ്ങളിലുള്ള മാറ്റം, ഈ രീതിയിൽ തന്നെ പലതരത്തിൽ ഈ ആക്രമണം ബാധിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച വാർത്തകൾ തന്നെ ഉൾപേജുകളിൽ അടക്കമുണ്ട്. ഏതായാലും ഈ കാര്യം മലയാള മനോരമ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ കനൽ അണയാതെ ഒരാഴ്ച എന്നാണ് മാതൃഭൂമി പറയുന്നത്. കാരണം അത് നീളുകയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരെ നീറുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഇന്ത്യക്കായിട്ട് വ്യോമാതിർത്തി തുറന്ന് ഇറാൻ ഇന്നൊരു സബ് ഹെഡും കൂടെ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഉൾപേജിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. ഏതായാലും അതുപോലെ ചെറിയ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുകയും ഒപ്പം ഗവർണറുടെ വാർത്തയും കൂടെ ബാലൻസ് ചെയ്യുന്ന തരത്തിലേക്ക് ഒന്നാം പേജുകൾ മാറിയ പത്രങ്ങൾ നമുക്ക് കാണാം. അതായത് സുപ്രഭാതം അനുരഞ്ജന തുടക്കം എന്ന് ഇറാനുമായുള്ള ചർച്ചയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഒപ്പം ഗവർണറുടെ അധികാരം സംബന്ധിച്ച് സർക്കാർ ഈ പാഠപുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യം പഠിപ്പിക്കുമെന്നുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയെ സംബന്ധിച്ചുള്ള വാർത്ത കൊടുത്തിരിക്കുന്നു. ഏതായാലും കേരള കൗമുദിയിൽ പിന്മാറില്ല, ആക്രമണം രൂക്ഷം എന്ന് കേരള കൗമുദി പറയുന്നു. മാധ്യമം ചർച്ച ആക്രമണം എന്നാണ് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത്. ദേശാഭിമാനിയെ സംബന്ധിച്ച് നിലക്കാത്ത സംഘർഷം എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ഇറാൻ ചർച്ചയിൽ ഇസ്രായേലിൻ്റെ ഈ കുട്ടികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളടക്കം, അതായത് സിവിലിയൻസിന് നേരെയുള്ള അതിക്രമം ഉൾപ്പെടെ അല്ലെങ്കിൽ ആക്രമണം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച, അതിനെക്കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടന കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ, അതായത് കുട്ടികൾക്കെതിരായിട്ടുള്ള ഗുരുതര നിയമലംഘനങ്ങൾക്ക് ഇസ്രായേലിനെ വീണ്ടും ഐക്യരാഷ്ട്ര സംഘടന കരിമ്പട്ടികയിൽ പെടുത്തിയെന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ ഉണ്ട്. ഒപ്പം മറ്റ് പത്രങ്ങളിലേക്ക് വന്നാൽ സിറാജ് സമാധാന പാത എന്ന് പറയുന്നു. അതായത് ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലൊരു സമാധാന സാധ്യതയെക്കുറിച്ച് ഏതായാലും ലോകം അല്ലെങ്കിൽ മാധ്യമങ്ങൾ അടക്കം ഈ കാര്യം ജനങ്ങളെ അറിയിക്കുന്നു എന്ന് പറയേണ്ടി വരും. വീക്ഷണം ലോകം ഉണർന്നു എന്ന് പറയുന്നു. ഇറാനിലെ മരണസംഖ്യയെ സംബന്ധിച്ച് ജനയുഗം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. ഏതായാലും ജന്മഭൂമി വളരെ ചെറിയ പ്രാധാന്യത്തിൽ മാത്രമാണ് ഒന്നാം പേജിൽ ഈ വാർത്ത നൽകിയിരിക്കുന്നത്. പകരം ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് ആത്മഹത്യ എന്നുള്ള റസീനയുടെ മരണവുമായി ബന്ധപ്പെട്ട
വാർത്തയ്ക്ക് ജന്മഭൂമി ഒന്നാം പേജിൽ വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. SDPI പ്രവർത്തകരുടെ പങ്കുമായി ബന്ധപ്പെട്ട വിവാദം അല്ലെങ്കിൽ അത്തരം ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പോലീസ് ഇക്കാര്യത്തിൽ അത്തരത്തിലുള്ളൊരു സദാചാര ഗുണ്ടായിസം നടന്നു എന്ന് പറയുന്നുണ്ട്. അത് ഏതായാലും ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. തിരിച്ച് നമുക്ക് ഈ ഗവർണറുടെ വാർത്തയിലേക്ക് വന്നാൽ ഇതിൽ വളരെ കൃത്യമായി ഇതിൻ്റെ ഒരു ആംഗിൾ ഫിക്സ് ചെയ്യാൻ പത്രങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്ന് പറയാം. കാരണം കൗമുദി അത് പറയുന്നുണ്ട്, നിയമപ്പോരിലേക്ക് ഭാരതാംബ വിവാദം, വഴങ്ങാതെ ഗവർണറുടെ ചുമതലകൾ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമെന്ന് ശിവൻകുട്ടി പറയുന്ന കാര്യം ഏതായാലും പത്രങ്ങൾ വലിയ പ്രാധാന്യത്തിൽ തന്നെ നൽകിയിരിക്കുന്നു. ഒപ്പം ഇന്ന് മറ്റു വാർത്തകളിലേക്ക് കൂടെ ഒന്ന് നോക്കിയാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട അല്ലാത്തൊരു വാർത്ത എന്ന് പറയാവുന്നത് ഈ തിളച്ചു മറിഞ്ഞ് വെളിച്ചെണ്ണ വില എന്നുള്ള മാതൃഭൂമിയുടെ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. അത് വായനക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം ദൈനംദിന ജീവിതത്തെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ ഒരു വലിയ വിലക്കയറ്റ പ്രതിസന്ധിയുണ്ട്. അത് മാതൃഭൂമി ഏതായാലും നൽകിയിട്ടുണ്ട്. ഒപ്പം എണ്ണവില വർധനവുമായി ബന്ധപ്പെട്ട, അതായത് ക്രൂഡ് ഓയിൽ അടക്കം ഉള്ള ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത മലയാള മനോരമയും നൽകിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഈ റസീനയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ഉൾപേജിൽ പേജ് 8 യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണം ആൾക്കൂട്ട വിചാരണ എന്നുള്ള പോലീസിൻ്റെ കൃത്യമായ കൺഫർമേഷൻ വളരെ വിശദമായി തന്നെ നൽകിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ധാരാളം നടക്കുന്ന സാഹചര്യം കൂടി വരുന്നു എന്നുള്ളതാണ്. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഒരു പക്ഷേ രാവിലെ പലരും വായിച്ചു കാണുമായിരിക്കും. അത് തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. മാതൃഭൂമിയിൽ ദയാനിധിയും കലാനിധിയും നേർക്കുനേർ, മാരൻ കുടുംബത്തിൽ സ്വത്ത് തർക്കം മുറുകി എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ചെന്നൈയിൽ നിന്ന് മാതൃഭൂമിയിൽ വന്നിരിക്കുന്നു. അത് വലിയ തരത്തിലുള്ളൊരു മാറ്റം അവിടെ ആ കുടുംബ സർക്കിളിൽ അല്ലെങ്കിൽ ആ കുടുംബ ചങ്ങലയിൽ അതൊരു വലിയ വിഷയമായി മാറും. കാരണം വലിയ അധികാര കേന്ദ്രം, വലിയ സാമ്പത്തിക ശക്തി, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിനാൻഷ്യൽ ഫോഴ്സ് എന്ന് പറയാവുന്ന ഒരു വിഭാഗമാണ് ഈ മാരൻ കുടുംബം. ആ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. മറ്റ് വാർത്തകൾ എന്ന് പറയാവുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞ, നമ്മൾ എല്ലാ ദിവസവും രാത്രി ശ്രദ്ധയോടെ കാണുന്ന ഒരു കാര്യം ഈ ക്ലബ്ബ് ലോകകപ്പിലാണ്. അതിൽ പോർട്ടോയെ ഇന്റർ മയാമി വീഴ്ത്തിയ വാർത്ത മെസ്സിയുടെ പടം സഹിതം ഇന്ന് മലയാള മനോരമ നൽകിയിരിക്കുന്നു. ഒപ്പം ഈ ഇന്നത്തെ ഒന്നാം പേജുകളിൽ നിറഞ്ഞ അല്ലെങ്കിൽ മറ്റ് പത്രങ്ങളിലെ മറ്റ് ഇംഗ്ലീഷ് പത്രങ്ങളിലടക്കം വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, രാഷ്ട്രപതി ദ്രൗപദി മുർമു പാട്ട് കേട്ട് വിതുമ്പുന്ന ചിത്രമാണ്. അത് ഏതാണ്ട് മിക്കവാറും പത്രങ്ങൾ നൽകിയിരിക്കുന്നു. ഹിന്ദു അടക്കം മറ്റ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പത്രങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. ഏതായാലും ഇന്ന് ഹിന്ദുവിൽ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളുള്ള ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒപ്പം അങ്ങനെ തന്നെ, അതായത് അമിത്ഷായുമായുള്ള അഭിമുഖം ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ട്. ഒപ്പം ഹിന്ദു പത്രത്തിൽ അസമിലെ ദുബ്രിയിൽ നടക്കുന്ന അതായത് ഒരു വർഗീയ സംഘർഷം നടക്കുന്നുണ്ട് അസമിൽ ഇപ്പോൾ ഈ സമയത്ത്. അതുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ട് സീറോ എന്ന് പറഞ്ഞത് ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിൽ വളരെ വിശദമായ ഒരു റിപ്പോർട്ട്, ഒരു ഗ്രൗണ്ട് അനാലിസിസും അവിടെ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൗണ്ട് റിപ്പോർട്ടേഷും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു ഇന്ന് ചാനലുകളിൽ വന്ന രാവിലെ അടക്കം ശ്രദ്ധിക്കപ്പെട്ടൊരു വാർത്ത, ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കല്യാൺ ചൗബയ്ക്കെതിരെയുള്ള ബൈചുങ് ഭൂട്ടിയയുടെ വിമർശനം അതേതായാലും ഹിന്ദു നൽകിയിട്ടുണ്ട്. ഒപ്പം ഒറ്റക്കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സെഗ്മെൻറ്റിൻ്റെ സമയം അവസാനിക്കുകയാണെന്ന് എന്നറിയാം. അതായത് അത് അമിത്ഷായുമായുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക അഭിമുഖം ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അമിത്ഷായുടെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നു. അതിൽ ഈ ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റിയുമായി ബന്ധപ്പെട്ട് അത് പുനഃസ്ഥാപിക്കില്ല എന്നുള്ള അമിത്ഷായുടെ പ്രസ്താവനയടക്കം ഏതായാലും ആ അഭിമുഖത്തിൽ ചേർത്തിട്ടുണ്ട്. പകരം ആ ജലം ഇന്ത്യയുടെ മറ്റ് മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ കാർഷിക ഇറിഗേഷൻ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് അത് ഒഴുക്കിവിടുന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇത്രയും വാർത്തകൾ അല്ലെങ്കിൽ ഇതുപോലെ വളരെ പലതരത്തിലുള്ള വാർത്തകളുടെ ഒരു ദിവസം എന്ന് ഏതായാലും പറയാം. ഒറ്റ വാർത്ത കൂടിയുണ്ട്. ഒന്ന്, പെൻഷൻ കിട്ടാൻ തലമാറട്ടെ എന്ന് പറഞ്ഞ ഒന്നാം പേജിൽ മനോരമ നൽകിയൊരു വാർത്ത കൂടെയുണ്ട്. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. പേഴ്സണൽ സ്റ്റാഫിൽ അത് ഒരേ തസ്തികയിൽ 2 പേർക്ക് വളഞ്ഞ വഴിയിലൂടെ പെൻഷൻ എന്ന് മനോരമ പറഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഗോവിന്ദ മാഷിൻ്റെ പ്രസ്താവനയും കൂടെ ചേർത്തിരിക്കുന്നു. ഏതായാലും വളരെ ധാരാളം വാർത്തകളുള്ള ദിവസം. ഇനിയുള്ള മണിക്കൂറുകൾക്ക് ശേഷം അടുത്ത ദിവസം കൂടെ കഴിഞ്ഞാൽ നിലമ്പൂരിലെ വോട്ടെണ്ണൽ ഉണ്ട്, അങ്ങനെ മഴയുണ്ട്, പലതരത്തിലുള്ള വാർത്തകളുണ്ട്, ഇറാൻ ഇസ്രായേൽ ആക്രമണമുണ്ട്. ഏതായാലും ആ വാർത്തകളിലേക്കും ആ മണിക്കൂറുകളിലേക്കും നമുക്ക് പോകേണ്ടി വരും. നമ്മുടെ വായനക്കാർക്ക്, നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. സേതു.